അവസാനത്തെ പോർഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിലെ ക്ലാസ്സും, അതായത് നമ്മുടെ സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സും അതുപോലെ നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സും ഒക്കെ ആയിട്ട് അത്യാവശ്യം വളരെ നന്നായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ട ലാസ്റ്റ് പോർഷൻ പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് നോക്കാം. അതിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത് പ്ലാസെന്റ എന്ന് പറയുന്ന ഒരു ടിഷ്യൂവിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ എന്താണ് പ്ലാസെന്റ? പ്ലാസെന്റ പറയുന്നതിന് മുമ്പ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ നടക്കുന്നു യൂട്രസിനകത്ത്, അതായത് എൻഡോമെട്രിയത്തിൽ ഫെർട്ടിലൈസേഷൻ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ, ഫെർട്ടിലൈസേഷൻ അല്ല ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ, ഇംപ്ലാന്റേഷന് ശേഷം നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സെല്ലിൻ്റെ അവസ്ഥ, അതിൻ്റെ ആ ഒരു സ്റ്റേജിൻ്റെ പേര് പറഞ്ഞിരുന്നു, ബ്ലാസ്റ്റോസിസ്റ്റ് എന്നൊരു പേര് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റിന് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ പുറമേയുള്ള കവറിങ്ങായ ട്രോഫോബ്ലാസ്റ്റിൽ ചില വിരൽ പോലുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഫോം ചെയ്യും. ഇങ്ങനെ ട്രോഫോബ്ലാസ്റ്റിൽ ഫോം ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കോറിയോണിക് വില്ലൈ എന്ന് വിളിക്കുക. കോറിയോണിക് വില്ലൈ. ഓക്കെ, ഈ കോറിയോണിക് വില്ലൈ അല്ലെങ്കിൽ കോറിയോണിക് വില്ലയെ സറൗണ്ട് ചെയ്ത്, കോറിയോണിക് വില്ലസിന് ചുറ്റും യൂട്രൈൻ ടിഷ്യൂ കാണും, അതുപോലെ അമ്മയുടെ മെറ്റേണൽ ബ്ലഡും ഒക്കെ ഉണ്ടാവും. കോറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂവും കൂടി ജോയിൻ ചെയ്താണ് പ്ലാസെന്റ എന്ന് പറയുന്ന പുതിയൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്ലാസെന്റ? ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് മെറ്റേണൽ ബോഡി. അതായത് ഗർഭസ്ഥ ശിശുവിനും അമ്മയുടെ ബോഡിയും തമ്മിലുള്ള, ഫീറ്റസും മെറ്റേണൽ ബോഡിക്കും ഇടയ്ക്കുള്ള ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് പ്ലാസെന്റ. ഓക്കെ, ഇനി പ്ലാസെന്റ എംബ്രിയോയെ അമ്മയുടെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നത് പൊക്കിൾ കൊടി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലൂടെയാണ്. ഈ പൊക്കിൾ കൊടിയെ നമ്മൾ വിളിക്കുന്ന പേര് അംബിലിക്കൽ കോഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ട് വാക്കുകൾ കിട്ടിയിട്ടുള്ളൂ. ഒന്ന് പ്ലാസെന്റ, രണ്ടാമത്തേത് അംബിലിക്കൽ കോഡ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നോക്കാം. യഥാർത്ഥത്തിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അംബിലിക്കൽ കോഡ് വഴിയാണ്. കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. കുഞ്ഞിന് ചുറ്റും കാണുന്ന ഒരു ടിഷ്യൂ ആണ് എന്ത്, പ്ലാസെന്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലാസെന്റയ്ക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്ലാസെന്റയുടെ ഫങ്ഷൻ നോക്കാം. പ്ലാസെന്റയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ അമ്മയ്ക്കും കുഞ്ഞിനും ഇടയ്ക്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് പ്ലാസെന്റ വഴിയാണ്. അതായത് അമ്മയുടെ ബോഡിയിൽ നിന്ന് ന്യൂട്രിയൻസ് അതുപോലുള്ള എല്ലാ പോഷകഘടകങ്ങളും കുഞ്ഞിൻ്റെ ബോഡിയിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്? പ്ലാസെന്റ വഴിയാണ്. തിരിച്ച് കുഞ്ഞിൻ്റെ ബോഡിയിൽ നിന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് അമ്മയുടെ ബോഡിയിലേക്ക് എത്തുന്നതും പ്ലാസെന്റ വഴിയാണ്. ഓക്കെ, ഈ രണ്ട് പ്രോസസ്സും, ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ്. ഡിഫ്യൂഷൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക്, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി അംബിലിക്കൽ കോഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു ട്രാൻസ്പോർട്ടേഷനെ യഥാർത്ഥത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത് അംബിലിക്കൽ കോഡാണ്. ഓക്കെ, ഇനി ഈ പ്ലാസെന്റ എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യും. എൻഡോക്രൈൻ ഓർഗൻ എന്താണെന്ന് നമുക്കറിയാം. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഓർഗൻസിനെയാണ് നമ്മൾ എൻഡോക്രൈൻ ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്ലാസെന്റ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു എൻഡോക്രൈൻ ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഏതൊക്കെയാണ്? അപ്പോൾ പേരുകൾ ശ്രദ്ധിച്ചു പഠിക്കണം. ഒരു പക്ഷെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കാണും, എങ്കിലും നോക്കുക. ഒന്ന് HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ.
രണ്ടാമത്തേത് HPL, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ. അടുത്തത് ഈസ്ട്രോജൻസ്, ദെൻ പ്രൊജസ്റ്റോജൻസ്. ഇത് കൂടാതെ പ്രഗ്നൻസി ടൈമിൽ പ്ലാസന്റെയും ഓവറിയും കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്, റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓവറി പ്രഗ്നൻസി ടൈമിൽ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാലും റിലാക്സിന്റെ പേര് പറയണം. യഥാർത്ഥത്തിൽ ഓവറിയും പ്ലാസന്റെയും കൂടി ചേർന്നിട്ടാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റിലാക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹോർമോൺസിന്റെ പേര് കിട്ടിയല്ലോ. ഇത്രയും ഹോർമോൺസ് അല്ല, നമുക്ക് ഇനിയും ഒരു 3-4 ഹോർമോൺസിന്റെ പേര് കൂടി പറയാനുണ്ട്. അപ്പോൾ പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പേര് പറഞ്ഞു അല്ലേ. ഇനി ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ഈ ഹോർമോൺസിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഹ്യൂമൻ പ്ലാസന്റയെ വിളിക്കുന്നത് കോറിയോ അലൻഡോയിക് പ്ലാസന്റ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഏറ്റവും പുറമേയുള്ള ലെയർ ട്രോഫോബ്ലാസ്റ്റ്. ഈ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് 4 എക്സ്ട്രാ മെംബ്രെയിൻസ് ഫോം ചെയ്യും. നമ്മളതിനെ വിളിക്കുന്ന പേര് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് ഫോം ചെയ്യുന്ന 4 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഏതൊക്കെയാണ്? നമുക്കത് ടെക്സ്റ്റിൽ പഠിക്കാനില്ല, പക്ഷെ ജസ്റ്റ് നിങ്ങളതിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. ആംനിയോൺ, കോറിയോൺ, അലൻഡോയിസ്, യോക്സാക്ക്. അപ്പോൾ 4 മെംബ്രെയിൻസ്: ആംനിയോൺ, കോറിയോൺ, അലൻഡോയിസ്, യോക്സാക്ക്. ഈ 4 ഫങ്ഷൻസും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ആംനിയോൺ എന്ന് പറയുന്ന മെംബ്രെയിനകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നാണ് പേര്. ഒരു പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ട് കാണും. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഫീറ്റസ് അല്ലെങ്കിൽ എംബ്രിയോയെ താങ്ങി നിർത്തുന്ന ഫ്ലൂയിഡാണ്. അത് മാത്രമല്ല നല്ലൊരു ഷോക്ക് അബ്സോർബറാണ്. എംബ്രിയോയ്ക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഫ്ലൂയിഡാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോറിയോണും അലൻഡോയിസും രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് നോക്കാം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പ്ലാസന്റ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാസന്റ, ഹ്യൂമൻ പ്ലാസന്റ നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? കോറിയോ അലൻഡോയിക് പ്ലാസന്റ എന്ന് വിളിക്കുന്നത്. പ്ലാസന്റയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അറിയാലോ. ഒന്ന്, കുഞ്ഞിനാവശ്യമായ ന്യൂട്രിയൻസ്, ഓക്സിജൻ തുടങ്ങിയവയൊക്കെ അമ്മയുടെ ബോഡിയിൽ നിന്നും അങ്ങോട്ടേക്ക് ഡിഫ്യൂഷൻ വഴി എത്തിച്ചു കൊടുക്കുക. തിരിച്ച് കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഫീറ്റസിൽ ഫോം ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, അതുപോലെ കാർബൺ ഡയോക്സൈഡ് പോലുള്ളവ കുഞ്ഞിൽ നിന്ന് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഫീറ്റസിൽ നിന്നും അമ്മയുടെ ബോഡിയിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്? ഈ പറഞ്ഞ പ്ലാസന്റ വഴിയാണ്. ഇനിയുള്ളത് യോക്സാക്കാണ്. യോക്സാക്കിന്റെ ജോലി ഫീറ്റസ് ഡെവലപ്മെന്റിന്റെ ആദ്യഘട്ടങ്ങളിൽ, ഏർലി സ്റ്റേജസിൽ ഈ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഫീറ്റസിന് ആവശ്യമായ ന്യൂട്രിയൻസ് കൊടുക്കുന്നത് യോക്സാക്കാണ്. അപ്പോൾ 4 എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസിന്റെ പേരും അത്യാവശ്യം അതിന് ഫങ്ഷൻസും കൂടി കിട്ടിയല്ലോ. ഇത് 4 ഫോം ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ്. ഇനി ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഉള്ളിൽ കാണുന്ന ഗ്രൂപ്പ് ഓഫ് സെൽ, നമ്മളതിനെ ഇന്നർ സെൽമാസ് എന്നാണ് വിളിച്ചത് അല്ലേ. ഈ ഇന്നർ സെൽമാസ് ആണ് ഫ്യൂച്ചർ എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഫ്യൂച്ചർ എംബ്രിയോ ആവുന്നതിന് മുമ്പ് ഈ ഇന്നർ സെൽമാസ് 3 ജേം ലെയേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ആ 3 ജേം ലെയേഴ്സിന്റെ പേരൊക്കെ നമ്മൾ നന്നായിട്ട് ഫസ്റ്റ് ഇയറിലെ പഠിച്ചതാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത് 3 ജേം ലെയേഴ്സ് ഏതൊക്കെയാണ്? ഏറ്റവും പുറമെ എക്ടോഡർ, ഔട്ടർ എക്ടോഡർ, മിഡിൽ മീസോഡർ, ഇന്നർ എൻഡോഡർ അല്ലേ. ഈ 3 ജേം ലെയേഴ്സിൽ നിന്നാണ് എല്ലാ ഓർഗൻസും എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ആ ഫുൾ ഒരു ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്നത്, ആ ഒരു കുഞ്ഞു എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് ഈ 3 ജേം ലെയേഴ്സിൽ നിന്നാണ്. അപ്പൊ ഈ ഓർഗൻ ഫോർമേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓർഗനോജനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ഇന്നർ സെൽമാസിൽ ചില പ്രത്യേക തരം സെല്ലുകൾ ഉണ്ട്. ആ സെല്ലുകൾക്ക് ഒരു പേരുണ്ട്, സ്റ്റെം സെൽസ് എന്നാണ് പേര്. സ്റ്റെം സെൽസിന്റെ പ്രത്യേകത, അത് ഡിവൈഡ് ചെയ്ത് എന്ത് തരം ഓർഗനായിട്ട് മാറാനും സ്റ്റെം സെൽസിന് കഴിവുണ്ട്. അങ്ങനെ ഉള്ള അതിന്റെ കഴിവിനെ നമ്മളൊരു പേര് പറയുന്നു, ടോട്ടി പൊട്ടൻസി എന്നാണ് പറയുന്നത്. പൊട്ടൻസി എന്ന വാക്കിന്റെ അർത്ഥം കഴിവ് എന്നാണല്ലോ. അപ്പോൾ ടോട്ടി പൊട്ടന്റ് നേച്ചർ ആയിട്ടുള്ള സെൽസ് ആണ് എന്ത്? സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഇതൊന്നും ഭയങ്കരമായിട്ട് ഓർത്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മാത്രം മതി. ഇതൊക്കെ ഇതിൽ ഒന്ന് പറയേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതേ ഉള്ളൂ.
അപ്പോൾ നമുക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എക്സാം പോയിന്റിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലാസന്റ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് കോറിയോണിക് വിലൈ അത് ഓർത്ത് വെച്ചേ പറ്റൂ. ദെൻ പ്ലാസന്റയുടെ ഫങ്ഷൻസ് നമ്മളിപ്പോൾ ഒരു 4 ഫങ്ഷൻസോളം പറഞ്ഞിട്ടുണ്ട്. അതിൽ അഡീഷണൽ ആയിട്ട് ഓർക്കേണ്ടത് പ്ലാസന്റ എൻഡോക്രൈൻ ഓർഗൻ എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ നമ്മൾ പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ പേരുകൾ കൂടി എന്ത് ചെയ്യണം, പറയണം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാസന്റയുടെ ഈ 4 ഹോർമോൺസ്, ആ 4 ഹോർമോൺസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ഈസ്ട്രജനും പ്രൊജസ്ട്രോജൻസും ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. HCG, HPL എന്താണ് ഈ 2 ഹോർമോൺസ്? HCG ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഇതിലെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ കോർപ്പസ് ലൂട്ടിയത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണിനെ റിലീസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. കാരണം പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസി ഹോർമോണാണ്. ത്രൂ ഔട്ട് പ്രഗ്നൻസി നമുക്ക് പ്രൊജസ്റ്ററോണിൻ്റെ ആവശ്യമുണ്ട് അല്ലേ, പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ ആ ഹോർമോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നേ പറ്റും. അപ്പോൾ HCG ചെയ്യുന്ന എന്താണ്, സ്റ്റിമുലേറ്റ് കോർപ്പസ് ലൂട്ടിയം ആൻഡ് പ്രൊഡ്യൂസ് ഏത് ഹോർമോൺ, പ്രൊജസ്റ്ററോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ. ഈസ്ട്രോജൻ ഫീമെയിൽ ഹോർമോൺ തന്നെയാണ്. ഫീമെയിൽ ക്യാരക്ടേഴ്സിനൊക്കെ കാരണം ഈസ്ട്രോജൻ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി HPL ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ. ഇത് ചെയ്യുന്നത് അമ്മയുടെ ബോഡിയിലെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിച്ച് കുഞ്ഞിനാവശ്യമായ എനർജി കൊടുക്കുക. ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ് ആരുടെ, മദറിൻ്റെ. എന്നിട്ട് എന്ത് ചെയ്യണം, കുഞ്ഞിനാവശ്യമായ എനർജി കൊടുക്കുക. അതാണ് ആരുടെ ജോലി, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ. ഓക്കെ, ഇത് കൂടാതെ പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ ബോഡിയിൽ മറ്റ് ചില ഹോർമോണുകളുടെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അങ്ങനെ ഒരുപാട് വർദ്ധിച്ചു വരുന്ന ആ ഹോർമോൺസിൻ്റെ പേരാണ് ഒന്ന് കോർട്ടിസോൾ. കോർട്ടിസോള് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. രണ്ട് തൈറോക്സിൻ, തൈറോക്സിനും നമ്മൾ പഠിച്ചതാണ്. പ്രൊലാക്റ്റിൻ ഇതും പഠിച്ചതാണ് അല്ലേ, എല്ലാം ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. പ്രൊലാക്റ്റിൻ്റെ ഫംഗ്ഷൻ അറിയാം, മിൽക്ക് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഓക്കെ, പ്രോ എന്നതിൽ തന്നെ പ്രൊഡക്ഷൻ, ലാക്റ്റിൻ മിൽക്കുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ മിൽക്ക് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. തൈറോക്സിൻ അറിയാലോ, നമ്മുടെ ബോഡിയുടെ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് തൈറോക്സിൻ ആണ്. ദെൻ കോർട്ടിസോൾ. കോർട്ടിസോൾ ഒരു സ്ട്രെസ്സിനെ തരണം ചെയ്യാൻ സഹായിക്കുന്ന, സ്ട്രെസ്സിനെതിരെ റെസ്പോണ്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. നമുക്കറിയാം പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡിയെ ഒരുപാട് സ്ട്രെസ് ഒന്നും കൊടുക്കരുതെന്ന് പറയും. കാരണം അതൊക്കെ ആരെ അഫക്റ്റ് ചെയ്യും, ഡെവലപ്പ് ചെയ്തിരുന്ന ഫീറ്റസിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ ചിന്തകൾ പോലും കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയും, അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്ന ടൈമാണ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സ്ട്രെസ്സിനെയൊക്കെ ഒന്ന് തരണം ചെയ്യാൻ, സ്ട്രെസ്സിനെതിരെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ ഹോർമോൺസിൻ്റെ എല്ലാത്തിൻ്റെയും പേരും പറ്റുമെങ്കിൽ മാത്രം അതിൻ്റെ ഫങ്ഷൻസും കൂടി ഒന്ന് ഓർത്ത് വെച്ച്. പിന്നെ റിലാക്സിൻ മറക്കരുത്. റിലാക്സിൻ ആ പേര് പോലെ തന്നെയാണ് അതിൻ്റെ ഫങ്ഷൻ. പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ സെർവിക്സ് ഭാഗമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ആ യൂട്രസ് കാണപ്പെടുന്ന പെൽവിക് റീജിയൻ അറിയാലോ, പെൽവിക് ഭാഗം ലോവർ അബ്ഡോമൻ്റെ തൊട്ടടുത്ത് വരുന്ന പെൽവിക് റീജിയനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, അവിടുത്തെ മസിൽസിൻ്റെയൊക്കെ റിലാക്സേഷൻ തന്നെയാണ് ആരുടെ ജോലി, റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ജോലി. അടുത്തത് എംബ്രിയോയുടെ ഡെവലപ്മെൻ്റൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അതായത് ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് നോക്കാം. ഒന്നാമത്തെ മാസം എന്ന് പറയുന്നത് ഫീറ്റസിൽ ഹേർട്ട് ബീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. കാർഡിയാക് ആക്ടിവിറ്റിയാണ് ആദ്യമായിട്ടൊരു എംബ്രിയോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഹേർട്ട് ബീറ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഫസ്റ്റ് മന്തിലാണ്. സെക്കൻഡ് മന്തിൽ ലിംസും ഡിജിറ്റ്സും ഒക്കെ ഫോം ചെയ്യും. കൈകാലുകൾ, വിരലുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. തേർഡ് മന്ത് ആകുമ്പോഴേക്കും പ്രധാനപ്പെട്ട ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അപ്പോൾ 1, 2, 3 ആദ്യത്തെ 3 മാസം ഇത് നമ്മൾ പറയുന്ന ഫസ്റ്റ് ട്രൈമസ്റ്റർ. കാരണം ഹ്യൂമൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് 9 മന്ത് എന്നാണ് കണക്കാക്കുന്നത്. നമ്മൾ 10 മാസം എന്ന് പറയുന്നെങ്കിലും 10 മാസം ഒരിക്കലും പോകില്ല. 9 മാസവും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഹ്യൂമൻ പ്രഗ്നൻസി
ഉണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 9 മാസമൊന്നും പോകാറില്ല, 7 മാസമൊക്കെ ആകുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ജനിക്കുന്നുണ്ട്. അപ്പോൾ എങ്കിലും നമ്മൾ പറയും മനുഷ്യൻ്റെ പ്രഗ്നൻസി കാലാവധി, പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്, പ്രഗ്നൻസി പീരീഡിനെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് വിളിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 9 months ഫ്യൂ ഡേയ്സുമാണ്. ഓക്കെ, അതൊരു കൃത്യമായിട്ട് കൃത്യമല്ല, ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 290 days 280 days എന്നൊക്കെ നമുക്ക് പറയാം. ഒരു 260 days തൊട്ട് 280 days വരെ എന്നൊക്കെ നമുക്ക് ജസ്റ്റേഷൻ പീരീഡ് പറയാം. അതായത് 9 months കുറച്ച് ദിവസം. അപ്പോൾ ആദ്യത്തെ 3 മാസം ഫസ്റ്റ് ട്രൈമസ്റ്റർ. അപ്പോൾ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് 5-ാം മാസം 6-ാം മാസം 5th month ഹെയർ ഡെവലപ്മെന്റ് ഉണ്ടാകും. അതായത് തലയിൽ മുടിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഈ ഫീറ്റസിന്റെ ഡെവലപ്മെന്റ് ടൈമിൽ അതിന്റെ ബോഡിയിൽ ചെറിയ ഹെയർസ് ഫോം ചെയ്യും. ഈ രോമങ്ങളുണ്ടാകും, കുഞ്ഞു, അതായത് നിറമില്ലാത്ത, വലിയ പിഗ്മെന്റേഷൻ ഒന്നും കാണിക്കാത്ത ഫൈൻ, വളരെ കനം കുറഞ്ഞ ഹെയർസ് ഫോം ചെയ്യും. ഇതിനെ ഫസ്റ്റ് ഹെയർസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഫസ്റ്റ് ഹെയർസിന് ഒരു പേരുണ്ട്, ലാനുഗോ എന്നാണ് ഫസ്റ്റ് ഹെയർസിനെ വിളിക്കുന്ന പേര്. ആ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഇതൊന്നും ടെക്സ്റ്റിൽ നമുക്ക് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞു, 5ാമത്തെ മാസം. 5ാമത്തെ മാസം ആകുമ്പോഴത്തേക്കും ഫീറ്റസിന്റെ മൂവ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അറിയാൻ കഴിയും. അപ്പോൾ മൂവ് ചെയ്ത് തുടങ്ങുന്ന ടൈമാണ് എന്ന് പറയുന്നത് ഈ 5th month എന്ന് പറയും. 6th month ഐലിഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഐലിഡ്സ് അറിയാലോ, കൺപോളകൾ. അതുപോലെ ഐലിഡ്സ് ആദ്യം നമ്മൾ ഇങ്ങനെ ഈ തുറക്കാൻ പറ്റുന്ന ഇങ്ങനെ അടഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് വരുന്നു. അതുപോലെ ഐലാഷസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു, കൺപീലിയൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ 6th month. പിന്നെ അത് കഴിഞ്ഞുള്ള 7 month എന്നൊക്കെ പറയുന്നത് എംബ്രിയോ എന്ന് നമ്മൾ പറയുന്നില്ല, ഫീറ്റസ് തന്നെയാണ്, ഗർഭസ്ഥ ശിശു. അതിൻ്റെ ഒരു ഡെവലപ്മെന്റ്സ് അങ്ങോട്ട് നടക്കുകയാണ്, അതിൻ്റെ വെയിറ്റ് കൂടുന്നു. ഈ ഓർഗൻസ് ഒക്കെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ഓർഗൻസ് ഫോം ചെയ്തതുള്ള അതിൻ്റെ ഡെവലപ്മെന്റ്സ് നടക്കണം. അപ്പോൾ ആ ഒരു ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്ന സ്റ്റേജാണ് ഇത് ഈ 6th 7 month എന്നൊക്കെ പറയാം. പിന്നെ ഒരു 6th month നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയാം. കാരണം 3, 6, 9, 3ാമത്തെ മാസം ഫസ്റ്റ് ട്രൈമസ്റ്റർ, 6ാമത്തെ മാസം സെക്കൻഡ് ട്രൈമസ്റ്റർ, 3rd ട്രൈമസ്റ്റർ ആണ് 9ാമത്തെ മാസം. അപ്പോഴത്തേക്കും ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിയും, പൂർണ്ണ വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശു, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ജസ്റ്റേഷൻ പീരീഡിൽ സംഭവിക്കുന്ന ഫീറ്റസിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. തന്നിരിക്കുന്ന വീഡിയോ പാർച്യുറേഷൻ പ്രോസസ്സാണ് കാണിക്കുന്നത്. വീഡിയോ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോർഷൻ ആഫ്റ്റർ ബർത്ത് എന്ന് പറയുന്ന അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ.
പാർച്വറേഷൻ ആൻഡ് ലാക്ടേഷൻ. നമ്മൾ പറഞ്ഞു 9 മാസം കുറച്ച് ദിവസം ആകുമ്പോൾ എന്ത് കംപ്ലീറ്റ് ആയി, പ്രഗ്നൻസി കംപ്ലീറ്റ് ആയി. ഇനി കുട്ടിയുടെ ഡെലിവറിയാണ് നടക്കേണ്ടത് അല്ലേ. ഫീറ്റസ് അമ്മയുടെ ബോഡിയിൽ നിന്ന് പുറത്ത് വരണം. ഇങ്ങനെ പുറത്ത് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാർച്വറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിവറി പ്രോസസ് ഈസ് കാൾഡ് പാർച്വറേഷൻ. പാർച്വറേഷൻ നടക്കുന്നതിന് മുമ്പ് ഫീറ്റസിൽ നിന്നും ചില സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് ചില ഹോർമോൺസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. കാരണം ആ ഹോർമോൺസ് ഉണ്ടെങ്കിലേ നമ്മുടെ യൂട്രൈൻ മസിൽസ് ഒക്കെ കോൺട്രാക്ട് ചെയ്തിട്ട് ഫീറ്റസിനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളിവിടും. അപ്പം അങ്ങനെ ഫീറ്റസിൽ നിന്നുണ്ടാകുന്ന ഈ പറഞ്ഞ റിഫ്ലക്സ്, അതിനെ വിളിക്കുന്ന പേരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് വിളിക്കും. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ്റെ ജോലി യൂട്രൈൻ മസിൽസിൻ്റെ കോൺട്രാക്ഷൻ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് പരമാവധി എന്ത് ചെയ്യണം, കോൺട്രാക്ട് ചെയ്യണം. അങ്ങനെ കോൺട്രാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് യൂട്രസിൽ നിന്നും ഫീറ്റസ് പതിയെ പതിയെ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. ഓക്സിറ്റോസിനെ നമ്മൾ വിളിക്കുന്ന പേര് ബർത്ത് ഹോർമോൺ എന്നാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് പിടികിട്ടിയല്ലോ. മാത്രമല്ല നേരത്തെ നമ്മൾ പഠിച്ച കുറേ ഹോർമോൺസ് ഉണ്ട്, അതൊക്കെ നമ്മുടെ ബോഡി റിലാക്സിനൊക്കെ ഈ ടൈമിൽ പ്രഗ്നൻസി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്സിറ്റോസിനും റിലാക്സിനും രണ്ടിനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഡെലിവറി പ്രോസസ്സ്. ഈ പാർച്വറേഷൻ്റെ വിവിധ സ്റ്റേജസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരു പക്ഷേ വന്നാൽ നമ്മൾ ഓർക്കേണ്ട ചില പോയിന്റ്സ്. ഒന്നാമത്തെ പോയിന്റ്, യൂട്രൈൻ ആൻഡ് അബ്ഡോമിനൽ കോൺട്രാക്ഷൻ. അതായത് നമ്മുടെ യൂട്രസിൻ്റെ ഭാഗം, നമ്മുടെ അബ്ഡോമിൻ്റെ ഭാഗം മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങും. യൂട്രൈൻ ആൻഡ് അബ്ഡോമിനൽ കോൺട്രാക്ഷൻ. യൂട്രസ് കോൺട്രാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ യൂട്രസിന് താഴേക്കുള്ള ഭാഗം, നമ്മുടെ സെർവിക്സിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് റിലാക്സ് ചെയ്യുന്നു, വികസിക്കും. അപ്പോൾ ഒന്ന് ചുരുങ്ങുമ്പോൾ തൊട്ട് താഴെയുള്ള ഭാഗം വീണ്ടും വികസിക്കുക. അപ്പോൾ ഇവിടുന്ന് കോൺട്രാക്ട് ചെയ്ത് താഴേക്ക് പോകുന്ന ഫീറ്റസ് ആ റിലാക്സ് ചെയ്യുന്ന ഭാഗത്തൂടെ പുറത്തോട്ട് വരികയാണ് അല്ലേ. അപ്പോൾ യൂട്രസിൻ്റെ ഭാഗം, യൂട്രൈൻ ആൻഡ് അബ്ഡോമിനൽ പോർഷൻ കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ആര് റിലാക്സ് ചെയ്യും, സെർവിക്സ് എന്ത് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഇങ്ങനെ പറയാം, ഡയലേഷൻ ഓഫ് സെർവിക്സ്. സെർവിക്സ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വികസിച്ച് കഴിഞ്ഞാൽ ആര് പുറത്ത് വരും, കുഞ്ഞ് പുറത്ത് വരും. അപ്പോൾ അടുത്തത് ബർത്ത് ഓഫ് ദ ബേബി എന്ന് പറയാലോ, അല്ലെങ്കിൽ പാസേജ് ഓഫ് ദ ബേബി എന്ന് പറയാലോ. 3 പോയിന്റ് ആയിരിക്കും. ഇനി ഒരു പോയിന്റ് കൂടെ ഓർത്ത് വയ്ക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ ഈ 3 പോയിന്റ് എന്തൊക്കെയാണ്, യൂട്രൈൻ ആൻഡ് അബ്ഡോമിനൽ കോൺട്രാക്ഷൻ, ഡയലേഷൻ ഓഫ് സെർവിക്സ്, ബർത്ത് ഓഫ് ബേബി. ഇതിനെ 3നെയും ചേർത്ത് പറയുന്ന പേരാണ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ലേബർ റൂം എന്നല്ലേ അതിന് പറയുന്നത്. അപ്പോൾ ലേബർ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് മനസ്സിലായല്ലോ. ഇനി പാർച്വറേഷന് ഒരു ഘട്ടം കൂടിയുണ്ട്. ആ 4ാമത്തെ ഘട്ടമാണ് എക്സ്പെൽഷൻ ഓഫ് പ്ലാസെൻഡ, ഫീറ്റൽ മെംബ്രെയിൻസ് ആൻഡ് റിമൈനിങ്സ് ഓഫ് അംബിലിക്കൽ കോഡ്. അതായത് കുഞ്ഞ് പുറത്ത് വന്ന് കഴിഞ്ഞല്ലോ. കുഞ്ഞ് പുറത്ത് വന്ന് കഴിഞ്ഞാൽ യൂട്രസിനകത്ത് ചില കാര്യങ്ങൾ അവശേഷിക്കും. അങ്ങനെ അവശേഷിക്കുന്ന കാര്യങ്ങൾ ഒന്ന് പ്ലാസെൻഡ എന്ന് പറയുന്ന ടിഷ്യൂ അവശേഷിക്കും. അംബിലിക്കൽ കോഡ്, പൊക്കിൾ കോഡ്, നമ്മൾ പറഞ്ഞാൽ അമ്മയെയും കുഞ്ഞിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് എന്ത്, അംബിലിക്കൽ കോഡ്. ഈ അംബിലിക്കൽ കോഡിൻ്റെ കുറേ ഭാഗം കുഞ്ഞിനോടൊപ്പം വെളിയിൽ വരും. അംബിലിക്കൽ കോഡൊക്കെ അത് അറിയാമല്ലോ നിങ്ങൾക്ക് അംബിലിക്കൽ കോഡ് എന്താണെന്നുള്ളത്. അപ്പോൾ അംബിലിക്കൽ കോഡിൻ്റെ കുറച്ച് ഭാഗം കാണും. അതുപോലെ ചില യൂട്രൈൻ ടിഷ്യൂ. ഇതൊക്കെ നമുക്ക് ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇതിനെല്ലാം പുറത്ത് കളയാം. അപ്പോൾ അതാണ് 4ാമത്തെ ഫേസ് എന്ന് പറയുന്നത്, എക്സ്പെൽഷൻ ഓഫ് പ്ലാസെൻഡ, അതുപോലെ റിമൈനിങ്സ് ഓഫ് അംബിലിക്കൽ കോഡ്, യൂട്രൈൻ ടിഷ്യൂ. ഇതിലേക്ക് എന്ത് ചെയ്യുക, പുറം തള്ളുക, എക്സ്പെൽഷൻ. അപ്പോൾ ഇത്രയുമാണ് പാർച്വറേഷൻ്റെ ഫേസസ്. ഓക്കെ,
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർച്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ട് നടക്കുന്ന ഒരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം, അതായത് ഹോർമോൺസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് എന്ന് പറയുന്നത്. നെർവ്സും ഹോർമോൺസും ഒക്കെ ഒരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസമാണ് എന്തെന്ന് പറയുന്നത് പാർച്യൂറേഷൻ എന്ന് പറയുന്നത്. കുഞ്ഞ് പുറത്ത് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രഗ്നൻസി ടൈമിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് നടന്നിട്ട് മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അടുത്തത് പുറത്ത് വന്ന് നമ്മുടെ കുഞ്ഞിന് ഫീഡ് ചെയ്യുക, അതായത് മിൽക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിനെ പറയുന്നത് ലാക്ടേഷൻ എന്നാണ് പറയുന്നത്. ലാക്ടേഷൻ. അപ്പോൾ പാർച്യൂറേഷൻ കഴിഞ്ഞാൽ അടുത്ത എന്താണ് ലാക്ടേഷൻ. അപ്പോൾ എന്താണ് ലാക്ടേഷൻ? ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ മാമറി ഗ്ലാൻസ് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു, ഡിഫറൻഷിയേഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നു, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. പ്രഗ്നൻസിയുടെ അവസാന ഘട്ടമാകുമ്പോഴേക്കും മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ഈ മിൽക്കാണ് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നതിനെയാണ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. ഇനി കുഞ്ഞിന് ആദ്യമായിട്ട് കിട്ടുന്ന പാല്, അതിന് പറയുന്ന പേര് കൊളസ്ട്രം എന്നാണ് പറയുന്നത്. അതായത് അമ്മയിൽ നിന്നും കുഞ്ഞിന് ആദ്യമായി കിട്ടുന്ന മിൽക്ക് പാലിനെ വിളിക്കുന്ന പേര് കൊളസ്ട്രം. ഈ കൊളസ്ട്രത്തിന് ഒരു യെല്ലോ കളറാണ്, ചെറിയൊരു മഞ്ഞ നിറമാണ്. കൊളസ്ട്രത്തിൻ്റെ പ്രത്യേകത കുഞ്ഞിൻ്റെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള, കുഞ്ഞിൻ്റെ ബോഡിയെ പ്രതിരോധ ശക്തി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറേ കണ്ടൻസ് കൊളസ്ട്രത്തിലുണ്ട്. അപ്പോൾ നല്ലൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കും എന്ത് കൊളസ്ട്രോൾ. അതുപോലെ ഒരുപാട് ആൻറ്റിബോഡീസ്, ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് IgA, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ A. ആൻറ്റിബോഡിയുടെ ഫംഗ്ഷൻ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല ബോഡിക്ക് ആവശ്യമായ അത്യാവശ്യം ന്യൂട്രിയൻസും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, കൊളസ്ട്രോളിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ജനിച്ചു വരുന്നൊരു കുട്ടിക്ക് ആദ്യത്തെ ഒരു 6 മാസമെങ്കിലും അമ്മയുടെ പാല് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധപൂർവ്വം ഡോക്ടർമാർ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാര്യം പിടികിട്ടിയല്ലോ. കാരണം കുഞ്ഞിൻ്റെ ബോഡിക്ക് ആവശ്യമായ ഒരു നല്ലൊരു ഇമ്മ്യൂണിറ്റി, ഒരു ഇമ്മ്യൂൺ പവർ കിട്ടുന്നത് ഏതിൽ നിന്നാണ്, കൊളസ്ട്രോളിൽ നിന്നാണ്. കുഞ്ഞിൻ്റെ ബോഡിക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നത് ഈ കൊളസ്ട്രോൾ അതിനുശേഷം ഉള്ള മിൽക്ക് ഫീഡിങ്ങിലൂടെയാണ് നീന്ത് കിട്ടുന്നത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞ് പുറത്ത് വന്നു. കുഞ്ഞ് പുറത്ത് വന്നിട്ട് കുറേ വേസ്റ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് നമ്മൾ പറഞ്ഞല്ലേ അമ്മയുടെ ബോഡിക്കകത്ത്, അതിനെയൊക്കെ പുറന്തള്ളണം നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പുറന്തള്ളുന്ന ഈ എല്ലാ വേസ്റ്റിനെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേര് ആഫ്റ്റർ ബർത്ത് എന്ന് പറയും. കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം വരുന്ന കാര്യങ്ങൾ ആഫ്റ്റർ ബർത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും, അതൊക്കെ കൃത്യമായിട്ട് എന്നോട് ചോദിക്കുക. സംശയങ്ങളൊക്കെ അപ്പോൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുള്ളായിട്ട് പഠിച്ച കണ്ടൻസ് ജസ്റ്റ് ഞാൻ എടുത്ത് പറയുന്നതേ ഉള്ളൂ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫുള്ളായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, അതിനിടയ്ക്ക് മെൻസ്ട്രൽ സൈക്കിൾ പഠിച്ചു. മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞിട്ടാണ് ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും പഠിച്ചത്. അത് കഴിഞ്ഞാൽ എംബ്രയോണിക് ഡെവലപ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പാർച്യൂറേഷൻ, ലാക്ടേഷൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലുള്ളൊരു കണ്ടൻറ്റ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനുണ്ട്. അപ്പോൾ വരുന്ന എല്ലാ സംശയങ്ങളും അത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു.